ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് +2 യോഗ്യതയുള്ളവർക്ക് കേരളത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ട് ജോലി നേടാനുള്ള അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, കേരള സർക്കാരിൻ്റെ കീഴിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണാവസരമാണിത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മിനിമം +2 യോഗ്യത ഉള്ളവർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി പോസ്റ്റുകളിലായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന ഒഴിവിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഈ ഒരു ജോലിക്ക് ഓൺലൈനായിട്ട് 2024 ഡിസംബർ 16 മുതൽ ജനുവരി 15 വരെ അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, സ്ഥാപനത്തിൻ്റെ പേര് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് ആണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ആണ്. തസ്തികയുടെ പേര് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്ന തസ്തികയിലേക്കാണ്. അതേപോലെ കാറ്റഗറി നമ്പർ 471/2024. അതേപോലെ ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള. ജോലിയുടെ ശമ്പളം 27,900 മുതൽ 63,700 രൂപ വരെയാണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് നിങ്ങളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഗസറ്റിൽ വന്ന തീയതി 2024 ഡിസംബർ 16 ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 15 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് പറയുന്നത്. അതേപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം, അതൊന്ന് കയറി നോക്കിയാൽ മതി. ഓക്കെ, അതേപോലെ ഫ്രണ്ട്സ്, ഈ ഒരു ജോലിക്ക് വേണ്ട വയസ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി പോസ്റ്റിലേക്കായിട്ട് പ്രായപരിധി പറയുന്നത് 18 വയസ്സാണ് മിനിമം പറയുന്നത്. അതേപോലെ 26 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രായപരിധി പറയുന്നത്. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് പ്രായപരിധിയായിട്ട് അവർ നിശ്ചയിച്ചിട്ടുള്ളത്. അതേപോലെ അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു തസ്തികയിലേക്ക് വേണ്ട യോഗ്യത എന്താണെന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് പാസ് ഇൻ +2 ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ്. ഓക്കെ, +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അതേപോലെ പ്രിഫറൻഷ്യലായിട്ട് പറയുന്നത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ വേണം എന്ന് പറയുന്നുണ്ട്, നിർബന്ധമില്ല. അതേപോലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ദ കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതേപോലെ താഴെ പറയുന്ന കാര്യങ്ങൾ മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ SC/ST വിഭാഗക്കാർക്കും വേറെയാണ് വരുന്നത്. ഹൈറ്റ് പറയുന്നത് ബെയർ ഫൂട്ടിലാണ് 165 സെൻറ്റിമീറ്ററാണ് പറയുന്നത്. അത് 160 സെൻറ്റിമീറ്ററാണ് SC/ST വിഭാഗത്തിന് പറയുന്നത്. വെയിറ്റ് പറയുന്നത് 50 കിലോയാണ് ബാക്കിയുള്ളവർക്ക്, 48 കിലോയാണ് SC/ST വിഭാഗക്കാർക്ക്. ചെസ്റ്റ് 81 സെൻറ്റിമീറ്ററാണ്. അതേപോലെ SC/ST വിഭാഗത്തിന് 76 സെൻറ്റിമീറ്ററും. ചെസ്റ്റ് എക്സ്പാൻഷൻ 5 ആണ് രണ്ട് പേർക്കും പറയുന്നത്. ഓക്കെ, അത്രയാണ് കാര്യങ്ങൾ പറയുന്നത്. ബാക്കിയുള്ള പരീക്ഷയ്ക്ക് മുമ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫയർ റെസ്ക്യൂ ഓഫീസർ സർവീസസിൻ്റെ ജോലി ഒഴിവിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് OMR പരീക്ഷ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ എഴുതുമെന്ന് സ്ഥിരീകരണം നൽകേണ്ടത് നിർബന്ധമാണ്. അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ 15 ദിവസങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങളായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന കയറുന്നു. ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.